യിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിസ ബാൻഡ് ആണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ പല ആളുകൾക്കുണ്ട്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. യിൽ ഇന്ത്യൻ വിസ ബാൻഡ് ആണോ, നമുക്ക് ജോബിന് പോയാൽ ജോബ് കിട്ടില്ല എന്നുള്ളൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു ബാൻഡ് എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ബാൻഡ് ഇന്ത്യയിൽ വിസയ്ക്ക് വന്നിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു സിസ്റ്റം പ്രകാരം എല്ലാ രാജ്യക്കാർക്കും അവസരങ്ങൾ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നതാണ്. എല്ലാ കമ്പനികൾക്കും മറ്റുള്ള രാജ്യക്കാർക്ക് ഒരു കമ്പനിയും ഒരു രാജ്യക്കാരെ മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്യിക്കാതെ എല്ലാ ആളുകൾക്കും അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇന്ത്യൻ കമ്പനി, ആ ഇന്ത്യൻ കമ്പനിയിലുള്ള മുഴുവൻ ആൾക്കാരും ഇന്ത്യക്കാരാണ്. ഓൾറെഡി അത് യിലുള്ള കമ്പനിയാണ്. അപ്പോൾ യിലുള്ള കമ്പനി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരുപാട് മറ്റുള്ള നാഷണാലിറ്റിക്കാരുണ്ടാവും. അപ്പോൾ എല്ലാ രാജ്യക്കാരും അവരവർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ അതിനുള്ളൊരു ഈക്വലൈസേഷൻ വരില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനി റണ്ണിങ്ങിലുള്ള കമ്പനിയാണ്, ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു പുതിയ ആളുകളെ എടുക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും അവസരം കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന 100 വിസ വേണമെങ്കിൽ അതിൽ 20% വിസ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതെല്ലാ ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതായത് വെറും ഇന്ത്യക്കാരെ മാത്രം എടുക്കരുത്. അതിപ്പം വേറെ ഏതെങ്കിലും ഈജിപ്ഷ്യൻ കമ്പനിയാണ്, വെറും ഈജിപ്ഷ്യൻസിനെ മാത്രം എടുക്കരുത്. അവർ മിക്സ് ചെയ്തിട്ട് ഇന്ത്യക്കാരെയും പാകിസ്ഥാനീസിനെയും നേപ്പാളീസിനെയും അതുപോലെ തന്നെ യുഎസിനെയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വേണം അവർ ആദ്യം സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടി. ആ ഒരു ഈക്വലൈസേഷൻ വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയൊരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു 10 കമ്പനികളുണ്ട്. ആ 10 കമ്പനികളിൽ ഒരു 5 കമ്പനികൾ എക്സാമ്പിൾ എടുക്കുക. 5 കമ്പനികളിൽ മൾട്ടിപ്പിൾ നാഷണാലിറ്റിക്കാരെയാണ് ഓൾറെഡി റണ്ണിങ്ങിലുള്ള കമ്പനിയെന്ന് കിട്ടുക. അതായത് അതിലിപ്പം യുഎസും അറബ്സും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻസും നേപ്പാളീസും പാകിസ്ഥാനീസും ശ്രീലങ്കൻസൊക്കെ മിക്സഡ് ആയിട്ട് പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ഒരു പുതിയ ഒരു ഇന്ത്യൻ സ്റ്റാഫിന് വേണമെങ്കിൽ അവരൊരു ഇന്ത്യൻ സ്റ്റാഫിന് വേണ്ടി വിസക്ക് ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവില്ല. അപ്പം ബാൻഡ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് ആ വിസ പാസ്സാകുകയും ചെയ്യും, നമുക്കൊരു ഇന്ത്യൻ സ്റ്റാഫിനോട് കയറാനും പറ്റും. അത് കറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാ ആൾക്കാർക്കും അവസരം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു കമ്പനിയിൽ ഏകദേശം 90% ഇന്ത്യക്കാരും ഒരു 10% മാത്രമേ മറ്റുള്ള ആളുകളുള്ളൂ എങ്കിൽ വീണ്ടും ആ 90% ഉള്ള അതേ കൺട്രിയിലുള്ളപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിസക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ആവണമെന്നില്ല. 90% ഈജിപ്ഷ്യൻസ് ഉള്ളൊരു കമ്പനി വീണ്ടും ഒരു ഈജിപ്ഷ്യൻസിനാണ് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു പോപ്പപ്പ് മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് വരിക, നിങ്ങൾ മറ്റുള്ള നാഷണാലിറ്റിക്കാർക്കും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മുന്നോട്ട് എത്രത്തോളം കാലം അവരിതിങ്ങനെ പിടിച്ച് നിർത്തും അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ച് ഒഫീഷ്യലി ഒരു അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. പ്രസൻ്റ്ലി ഇങ്ങനെയാണ് റണ്ണിങ്ങിലുള്ളത്. നമ്മളിപ്പം ഒരു ജോബിന് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ജോബ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഡാറ്റ എടുക്കണം. എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് കൊടുക്കുക. കാരണം അവിടെ ഓൾറെഡി നമ്മളെ വിസ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കൂടുതലാണെങ്കിൽ വീണ്ടും ഒരു പുതിയൊരു വിസ ഇഷ്യൂ ആയി കിട്ടില്ല. അപ്പോൾ മറ്റേത് ക്യാൻസലാവുകയും ചെയ്യും, പുതിയത് കിട്ടാതാവുകയും ചെയ്യാൻ നിങ്ങൾ നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മേ ബി വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കാണണം നിങ്ങൾ. ഇപ്പോൾ വിസിറ്റ് വിസയിൽ പോയി ജോബ് നോക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വിസിറ്റ് വിസയിൽ പോയി ജോബ് നോക്കാം. നമുക്ക് കിട്ടുന്ന കമ്പനി ഇതുപോലെ തന്നെ എല്ലാ നാഷണാലിറ്റിക്കാർക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പോകുന്നൊരു കമ്പനി. അവിടെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് വിസ കിട്ടുകയും ചെയ്യും, നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പം വിസ ബാൻഡോ അങ്ങനത്തെ ഒരു സിസ്റ്റം അവിടെ വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ കമ്പനികൾ, നമ്മൾ പോകുന്ന മിക്കവാറും കൂടുതൽ കമ്പനികളിലൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇന്ത്യൻസൊക്കെ കൂടുതലുള്ള കമ്പനികളായിരിക്കും. കാരണം നമുക്ക് അവിടെ അറിയുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കോൺടാക്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കമ്പനികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ജോലി സാധ്യത കുറയും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് വിസിറ്റ് വിസയിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ വിസ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പുതിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വേറൊരു കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം മാറാൻ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മാറാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിസ പാസ്സായി കിട്ടാൻ സാധ്യതയുള്ള കമ്പനി ആണെങ്കിൽ ട്രാൻസ്ഫറിന് കൊടുക്കുക. അതൊക്കെ നമുക്ക് മുൻകൂട്ടി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് പണ്ടത്തെ പോലെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലൊരു കാര്യം. അപ്പോൾ ഒഫീഷ്യലി ഒരുപാട് കാര്യങ്ങളൊന്നും ആർക്കും തന്നെ കിട്ടിയില്ല, പല റൂമറുകളും ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളാണ് ഇന്ത്യൻ വിസ ബാൻഡ് ആണെന്നുള്ള തരത്തിലുള്ള റൂമറുകളൊക്കെ തെറ്റാണ്. സത്യത്തിൽ ഇതാണ് എല്ലാ നാഷണാലിറ്റിക്കാർക്കും തുല്യ അവകാശമല്ല, എല്ലാ നാഷണാലിറ്റിക്കാർക്കും അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പുതിയൊരു റൂളാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം തന്നെയാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചാണ് ഒരു നാഷണാലിറ്റിക്കാർക്ക് വേണ്ടി മാത്രം നിങ്ങൾ കമ്പനി റൺ ചെയ്യിപ്പിക്കരുത് എന്നുള്ള കാര്യത്തിന് വേണ്ടി ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. മാക്സിമം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ നോളജ്, നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.